ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവറിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലിങ്കേജ് എന്താണെന്ന് കണ്ടു. ഇറ്റ് ഈസ് ദി ടെൻഡൻസി ഓഫ് ജീൻസ് പ്രസന്റ് ഇൻ എ ക്രോമസോം ടു സ്റ്റേ ടുഗദർ. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് about crossing over or recombination. Crossing over is defined as the mutual exchange of segment between non-sister chromatids of homologous chromosomes. Homologous chromosomes are those chromosomes which undergo pairing during gamete formation. Pairing നടത്തുന്ന homologous chromosomes ന്റെ non-sister chromatids തമ്മിൽ പരസ്പരം ഓരോ സെഗ്മെന്റ്സ് DNA സെഗ്മെന്റ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രോസിംഗ് ഓവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കോർഡിംഗ് ടു T.H. Morgan, it is the tendency of the genes to enter the gametes in combinations other than parental type. ലിങ്കേജ് എന്ന് പറയുന്ന ഫിനോമിനൻ കാരണം ജീൻസിന് എങ്ങനെയാണോ പേരന്റിലുള്ളത് അതേപോലെ തന്നെ സക്സസീവ് ജനറേഷനിൽ അപ്പിയർ ചെയ്യാനുള്ള ടെൻഡൻസി ആണെങ്കിൽ ക്രോസിംഗ് ഓവർ നടക്കുക വഴി ക്രോമസോം സെഗ്മെന്റ്സ് തമ്മിൽ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ജീനിന്റെ കോമ്പിനേഷൻസിൽ വ്യത്യാസം വരും. അതിന്റെ ഫലമായിട്ട് പേരൻസിലില്ലാത്ത ട്രെയ്റ്റിന്റെ കോമ്പിനേഷൻസ് അടുത്ത തലമുറയിൽ അപ്പിയർ ചെയ്യും. അതുകൊണ്ട് പുതിയ പുതിയ കോമ്പിനേഷൻസ് ഉണ്ടാകുന്നത് കൊണ്ട് ക്രോസിംഗ് ഓവർ is also known as recombination. Since it produces new combinations of genes, this phenomenon is also known as recombination. A crossing over involves physical exchange of chromosome segment, so linkage gets disrupted. ലിങ്കേജിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഒരു ഫിനോമിനൻ, ഒരു പ്രോസസ്സാണ് ക്രോസിംഗ് ഓവർ. ലിങ്കേജ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തിരിക്കാനുള്ള ടെൻഡൻസി ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലോട്ട് വിത്തൗട്ട് എനി ചേഞ്ച്, ആ സീക്വൻസിൽ ഒരു ചേഞ്ചും ഇല്ലാതെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ലിങ്കേജ് കൊണ്ടാണ്. അപ്പോൾ ഈ ലിങ്ക്ഡ് ജീൻസിന്റെ ഇടയിൽ ക്രോമസോം സെഗ്മെന്റ്സിനെ തമ്മിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ ലിങ്കേജിനൊരു ബ്രേക്കേജ് സംഭവിക്കും. അതിന്റെ ഫലമായിട്ട് ലിങ്കേജ് ഡിസ്റപ്റ്റ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് പുതിയ പുതിയ ജീൻസിന്റെ കോമ്പിനേഷൻസ് അപ്പിയർ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലിങ്കേജ്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ജീൻസ് ആർ ലീനിയർലി അറേഞ്ച്ഡ് ഇൻ എ ക്രോമസോം. The distance between genes is the factor that determines the extent of linkage between them. ലിങ്കേജ് എന്ന് പറയുന്ന സംഗതിയുടെ എക്സ്റ്റെന്റ് എന്തുമാത്രമുണ്ട്, ലിങ്കേജിന്റെ ഡിഗ്രി എന്തുമാത്രം ഉണ്ടോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ആ ജീൻസിനിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ലിങ്കേജിന്റെ എക്സ്റ്റെന്റ് അല്ലെങ്കിൽ അതിന്റെ ഡിഗ്രി കുറയും. അപ്പം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലിങ്കേജ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ലിങ്കേജിനെ അഫക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ജീൻസ് ഇൻ എ ക്രോമസോം. ഒരു ക്രോമസോമിലെ തന്നെ ഡിസ്റ്റന്റ്ലി പ്ലേസ്ഡ് ആയിട്ടുള്ള ജീൻസ് തമ്മിലാണെങ്കിൽ ലിങ്കേജിന്റെ ഡിഗ്രി കുറവായിരിക്കും. ക്ലോസ്ലി പ്ലേസ്ഡ് ജീൻസ് ആണെങ്കിൽ ലിങ്കേജ് വളരെ സ്ട്രോങ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് അടുത്ത ഫാക്ടറാണ് ക്രോസിംഗ് ഓവർ ദാറ്റ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ജീൻസ്. ജീൻസിന്റെ ഇടയിൽ ക്രോസിംഗ് ഓവർ നടക്കുകയാണെങ്കിൽ അത് ലിങ്കേജിനെ ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ ലിങ്കേജിനെ പ്രിവെന്റ് ചെയ്യും. അപ്പൊ ക്രോസിംഗ് ഓവർ കൂടുതൽ നടന്നാൽ ലിങ്കേജിനെ അത് പ്രിവെന്റ് ചെയ്യും. അപ്പൊ ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ് ലിങ്കേജിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇത് രണ്ടുമാണ് ലിങ്കേജിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്: ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ജീൻസ് ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവർ ഈസ് ഓഫ് ടു ടൈപ്സ്. ഏതൊക്കെ ടൈപ്പ് സെൽസിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നതിനനുസരിച്ച് രണ്ട് ടൈപ്പ് ഉണ്ട്. ജെർമിനൽ ഓർ മിയോട്ടിക് ക്രോസിംഗ് ഓവർ ദാറ്റ് occurs in the reproductive cells during gametogenesis. Since it occurs in the reproductive cells, it has got great genetic significance. അടുത്ത ജനറേഷനിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആകെ ഈ റിപ്രൊഡക്റ്റീവ് സെൽസേ ഉള്ളൂ. അതുകൊണ്ട് ജെർമിനൽ ഓർ മിയോട്ടിക് ക്രോസിംഗ് ഓവറിന് വളരെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ദെൻ രണ്ടാമത്തതാണ് സൊമാറ്റിക് ഓർ മൈറ്റോട്ടിക് ക്രോസിംഗ് ഓവർ. ഇറ്റ് occurs in the somatic or non-reproductive cells. Since it occurs in the somatic cells, it has no genetic significance. Then recombination process, നമ്മൾ പറഞ്ഞു, it is the exchange of segment between non-sister chromatids of a homologous chromosome. Homologous chromosome means chromosomes which undergoes pairing during gamete formation. അപ്പോൾ ഈ റെഡ് കളറിൽ കാണുന്നത് ഒരു ക്രോമസോം ആണ്.
that is DNA from mom, മദറിൽ നിന്നുള്ളത്. ബ്ലൂ കളറിൽ കാണുന്നത് DNA from dad, ഫാദറിൽ നിന്നുള്ള ക്രോമസോം. ദെൻ ഇത് രണ്ടും റിപ്ലിക്കേറ്റ് ചെയ്യും. അങ്ങനെ അതിന്റെ സിസ്റ്റർ ക്രോമാറ്റിഡ്സുകൾ, ഈ നീല രണ്ടും സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്, റെഡ് രണ്ടും സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. ക്രോസിംഗ് ഓവറിൽ നമ്മൾ ആ ഡെഫിനിഷനിൽ തന്നെ പറയുന്നുണ്ട് എക്സ്ചേഞ്ച് ഓഫ് DNA സെഗ്മെന്റ്സ് ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. അപ്പൊ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് പറഞ്ഞാൽ ഈ റെഡും ബ്ലൂവിനെയും സംബന്ധിച്ച് ഇത് രണ്ടും നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. പക്ഷെ ഈ റെഡ് രണ്ടും സിസ്റ്റേഴ്സ് ആണ്, ബ്ലൂ രണ്ടും സിസ്റ്റേഴ്സ് ആണ്. പക്ഷെ ഒരു റെഡും ഒരു ബ്ലൂവും കൂടി വരുമ്പോൾ അത് നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. ദെൻ ഇവിടെ ഒരു ഈക്വൽ ആയിട്ടുള്ള ബ്രേക്കേജ് സംഭവിക്കും. ദെൻ സ്ട്രാൻഡ് ഇൻവേഷൻ അസിസ്റ്റഡ് ബൈ ബേസ് പെയറിംഗ്. ദെൻ അതിനുശേഷം ഈ ബ്ലൂ ഇപ്പുറത്തോട്ട് പോകും, ഈ റെഡ് ഈ സെഗ്മെന്റ് റെസിപ്രോക്കൽ ആയിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്. അതിന് ബ്രേക്കേജ് നടക്കും. ദെൻ ലിഗേഷൻ, അത് തമ്മിൽ തന്നെ റീജോയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് പുതിയൊരു കോമ്പിനേഷൻ കിട്ടി. ഇതിനെയാണ് നമ്മൾ വിളിക്കുക റീകോമ്പിനേഷൻ അഥവാ ക്രോസിംഗ് ഓവർ. ദെൻ മെക്കാനിസം ഓഫ് ക്രോസിംഗ് ഓവർ. മെക്കാനിസം ഓഫ് ക്രോസിംഗ് ഓവർ ദാറ്റ് കംപ്ലീറ്റ്സ് വിത്ത് 4 സ്റ്റേജ്. 4 സ്റ്റെപ്പിൽ അല്ലെങ്കിൽ 4 സ്റ്റേജിൽ കൂടിയാണ് ക്രോസിംഗ് ഓവർ മെക്കാനിസം കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത്. ദറ്റ് ഈസ് സിനാപ്സിസ്, ക്രോമസോം ഡ്യൂപ്ലിക്കേഷൻ, സൈറ്റോളജിക്കൽ ക്രോസിംഗ് ഓവർ ആൻഡ് ടെർമിനലൈസേഷൻ. First one, synapsis. Synapsis, the first unique feature of meiosis, happens early during the first nuclear division. Then the synapsis occurs in the zygotine stage of the meiotic division. Meiotic division the zygotine stage ilana synapsis appear cheya. Synapsis means close pairing of homologous chromosome. ഈ homologous chromosomes lengthwise ആയിട്ട് വളരെ ക്ലോസ് ആയി പെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സിനാപ്സിസ് എന്ന് വിളിക്കുന്നത്. The process of forming these complexes of homologous chromosome is called synapsis. That is pairing of homologous chromosome. That is synapsis that occurs in the zygotine stage. Zygotine stage. ഇവിടെ നമുക്ക് കാണാം 2 കളറിൽ കാണിക്കുന്നത് മെറ്റേണലും പാറ്റേണലും ക്രോമസോംസ് ആണ്. ദെൻ ഇതിന്റെ ഇടയിൽ വളരെ ക്ലോസ് ആയിട്ട് സൈഡ് ബൈ സൈഡ് ആയിട്ട് അത് അലൈൻ ചെയ്ത് പെയർ ചെയ്തിട്ടുണ്ട്. ഈ പെയറിങ്ങിനെയാണ് നമ്മൾ സിനാപ്സിസ് എന്ന് വിളിക്കുന്നത്. Then synapsis is affected by formation of a synaptome, a structure called synaptonymal complex. ഇതിനിടയിൽ ഒരു 2 ക്രോമസോംസിന്റെ ഇടയിൽ കാണുന്ന ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ it is a protein, that structure is known as synaptonymal complex. Then synaptonymal complex is a protein structure that forms between homologous chromosomes, 2 pairs of sister chromatids during meiosis and is thought to mediate chromosome pairing, synapsis and recombination. ഈ synaptonymal complex ആണ് ആക്ച്വലി ഈ ക്രോസിംഗ് ഓവർ നടക്കുന്നതിനുള്ള ഒരു ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ആണ്. ഈ 2 ക്രോമസോംസിനെയും അല്ലെങ്കിൽ 2 ക്രോമാറ്റിഡിനെയും വളരെ ഫേം ആയിട്ട് സ്ട്രോങ് ആയിട്ട് ക്ലോസ്ലി പ്ലേസ് ചെയ്ത് അവിടെ കീപ്പ് ചെയ്യുന്നത് ഈ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ആണ്. ദെൻ ഈ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഒരു പ്രോട്ടീൻ മോളിക്യൂൾ കൊണ്ട് ഫോം ചെയ്തിരിക്കുന്നതാണ്. ഇതിന് നോക്കിയാൽ മനസ്സിലാവും ഒരു സെൻട്രൽ ആക്സിസ് ഉണ്ട്, സെൻട്രൽ റീജിയൻ അല്ലെങ്കിൽ സെൻട്രൽ ആക്സിസ് ഉണ്ട്, അത് ബ്ലൂ കളറിൽ കാണുന്നു. ദെൻ 2 റെഡ് കളറിൽ കാണുന്ന 2 ലാറ്ററൽ എലമെന്റ്സ്, 2 ലാറ്ററൽ ആക്സിസ് ഉണ്ട്. അപ്പൊ ഇതിലെല്ലാം കൂടി കൂടുന്നതാണ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. ഇനി ഓരോ ലാറ്ററൽ ആക്സിസും ട്രാൻസ്വേഴ്സ് ലൂപ്പുകൾ വഴി ഇങ്ങോട്ട് അല്ലെങ്കിൽ ലാഡർ ലൈക്ക് സ്ട്രക്ചർ കൊണ്ട് ഇവിടെയുള്ള ക്രോമാറ്റിഡ്സിനോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് പാറ്റേണൽ ക്രോമാറ്റിഡ് ആയിരിക്കും. ദെൻ അതും ഈ ട്രാൻസ്വേഴ്സ് ലൂപ്പ് അല്ലെങ്കിൽ ലാഡർ ലൈക്ക് സ്ട്രക്ചർ കൊണ്ട് സിനാപ്റ്റോണിമൽ കോംപ്ലക്സുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇത് മറ്റേണൽ മദറിന്റെ ക്രോമാറ്റിഡ് ആണ്, അതും ഈ സിനാപ്റ്റോണിമൽ കോംപ്ലക്സുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ആണ് ഈ ക്രോമാറ്റിഡ്സിനെ അല്ലെങ്കിൽ ക്രോമസോംസിനെ തമ്മിൽ ഹോൾഡ് ചെയ്യുന്ന ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. Then synapsis occurs during the zygotine stage. Such a complex formed by the pairing of synapsed chromosome is called a bivalent. ഇപ്പോൾ നമ്മൾ 2 ക്രോമസോംസും സെപ്പറേറ്റ് മറ്റേണൽ പറ്റേണൽ ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്തല്ല ഇരിക്കുന്നത്, അത് പെയർ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ കണ്ടീഷനിൽ നമ്മളെ അതൊരു ബൈവാലന്റ് എന്നാണ് വിളിക്കുക.
Then synaptonymal complex provides structural framework for recombination events. Then second stage, that is chromosome duplication. Chromosome duplication that starts in the packaging stage. ഈ പാക്കറ്റിംഗ് സ്റ്റേജ് ആകുമ്പോഴേക്കും പെയർ ചെയ്തിരിക്കുന്ന ക്രോമസോം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സുകൾ അപ്പിയർ ചെയ്യുന്നത്. ഈ ഡ്യൂപ്ലിക്കേറ്റ് ഇതിന് മുൻപ് അല്ലെങ്കിൽ സിനാപ്സിസ് നടക്കുമ്പോൾ അത് ബൈവാലന്റ് കണ്ടീഷനിലാണെങ്കിൽ ക്രോമസോം ഡ്യൂപ്ലിക്കേഷൻ നടന്നു കഴിയുമ്പോൾ അതൊരു ടെട്രാഡ് കണ്ടീഷനിലോട്ട് മാറ്റപ്പെടും. ടെട്രാഡ് കണ്ടീഷനിലായിരിക്കും. ഇത് നടക്കുന്നത് പാക്കറ്റിംഗ് സ്റ്റേജ് ആണ്. ദെൻ ഈ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോഴും അത് പെർസിസ്റ്റ് ചെയ്യും. അതായത് ഇതിന്റെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുമ്പോഴും ഈ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഈ രണ്ട് ഹോമോലോഗസ് ക്രോമസോമിനെയും ഫേം ആയിട്ട് പിടിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഒന്നിച്ച് അറ്റാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ദെൻ മൂന്നാമത്തെ ഫേസ് ആണ് സൈറ്റോളജിക്കൽ ക്രോസിംഗ് ഓവർ. ദിസ് സ്റ്റേജ് ഓൾസോ ഒക്കേഴ്സ് ഇൻ ദി പാക്കറ്റിംഗ് സ്റ്റേജ്. ഇതും പാക്കറ്റിംഗ് സ്റ്റേജിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് സൈറ്റോളജിക്കൽ ക്രോസിംഗ് ഓവർ. During this stage, reciprocal exchange of chromosome segment occurs by symmetrical breakage and rejoining. Symmetrical breakage and rejoining. ഒരു സെഗ്മെന്റ് നീളം കൂടിയതും ഒരു സെഗ്മെന്റ് നീളം കുറഞ്ഞതും അങ്ങനെ ആയിരിക്കത്തില്ല. സിമ്മട്രിക്കലി അത് ബ്രേക്ക് ചെയ്യും, അതുപോലെ തന്നെ അത് റീജോയിൻ ചെയ്യപ്പെടുകയും ചെയ്യും. ഇനി എവിടെയാണോ ഈ ബ്രേക്കേജും റീജോയിനിങ്ങും നടക്കുന്ന ആ സ്പെസിഫിക് പോയിന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കയാസ്മേറ്റ. Singular chiasma, the points where physical exchange of chromosome segments occur is called chiasmata. ഇപ്പോൾ സൈറ്റോളജിക്കൽ ക്രോസിംഗ് ഓവർ നടക്കുന്ന ഫേസ് പാക്കറ്റിംഗ് സ്റ്റേജ്. പാക്കറ്റിംഗ് സ്റ്റേജിൽ തന്നെയായിരുന്നു ഇതിന് മുൻപുള്ള കണ്ടീഷനും, അതായത് ടെട്രാഡ് കണ്ടീഷൻ ഫോം ചെയ്യുന്നതും പാക്കറ്റിംഗ് സ്റ്റേജിൽ തന്നെയാണ്. സൈറ്റോളജിക്കൽ ക്രോസിംഗ് ഓവർ നടക്കുന്നതും പാക്കറ്റിംഗ് സ്റ്റേജിലാണ്. ഇവിടെയാണ് ആക്ച്വലി സൈറ്റോളജിക്കൽ ക്രോസിംഗ് ഓവർ അഥവാ ഫിസിക്കൽ എക്സ്ചേഞ്ച് ഓഫ് ക്രോമസോം സെഗ്മെന്റ്സ് നടക്കുന്നത് ഈ സ്റ്റേജിൽ വെച്ചായിരിക്കും. ദെൻ എക്സ്ചേഞ്ച് നടക്കുന്ന പോയിന്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് കയാസ്മേറ്റ ഓർ കയാസ്മ സിംഗുലർ. ദെൻ ഫോർത്ത് വൺ ഈസ് terminalization. Terminalization is the final step that starts with the disappearance of synaptonymal complex. Synaptonymal complex ആണ് ഈ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഒരു പരിധി കഴിയുമ്പോൾ അത് ഡിസപ്പിയർ ചെയ്യും. അതൊരു പ്രോട്ടീൻ ആണ്. പല എൻസൈംസിന്റെ ആക്ടിവിറ്റി കൊണ്ടും അത് ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങും. ഡിസപ്പിയർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു ഫിസിക്കൽ എക്സ്ചേഞ്ച് നടക്കുന്ന പോയിന്റ്സിന് നമ്മൾ ഖയാസ്മ അല്ലെങ്കിൽ ഖയാസ്മേറ്റ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ്സ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഡിസപ്പിയർ ചെയ്യുന്നതിനനുസരിച്ച് അതുവരെ ഫേം ആയിട്ട് വെച്ചിരുന്ന ഹോമോലോഗസ് ക്രോമസോംസ് പതുക്കെ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. സെപ്പറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എവിടെയാണോ ഈ ഖയാസ്മ ഉള്ളത് അവിടെ മാത്രമായിരിക്കും അവർക്ക് പിന്നെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഖയാസ്മ റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ മൂവ് ചെയ്ത് അതിന്റെ ടെർമിനൽ എൻഡിലോട്ട് മൂവ് ചെയ്ത് ടെർമിനൽ റീജിയനിൽ വരുമ്പോഴേക്കും ആ കെട്ടങ്ങ് വീഴും. നമ്മളൊരു സിപ്പ് ഊരുന്ന പോലെ ഈ ഖയാസ്മ പതിയെ മൂവ് ചെയ്ത് ടെർമിനൽ എൻഡിൽ വരുമ്പോഴേക്കും അത് രണ്ട് സെഗ്മെന്റ്സും ഫ്രീ ആവും. ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ടെർമിനലൈസേഷൻ. സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഡിസപ്പിയേഴ്സ് ആൻഡ് ദ ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് അറ്റ് ദി ഡിപ്ലോട്ടിംഗ് സ്റ്റേജ്. As the diplotin advances, the non-sister chromatids repel each other and the chiasmata begin to be displaced towards the terminal ends of the chromosome, and this process is known as terminalization. ഇപ്പോൾ ഖയാസ്മ സെൻട്രോമിയറിനോട് അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ ഈ ടെർമിനലൈസേഷൻ പ്രോസസ്സ് പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് അത് സെൻട്രൽ പോർഷനിൽ നിന്നും മൂവ് ചെയ്ത് ടിപ്പ് വരെ എത്തും. നമ്മളൊരു കുടുക്കിട്ടിട്ട് രണ്ട് സ്ട്രാൻഡിനെ രണ്ടറ്റവും പിടിച്ച് വലിക്കുമ്പോൾ ആ കെട്ട് ഊർന്ന് ലാസ്റ്റ് എൻഡിൽ വരുമ്പോൾ അത് സെപ്പറേറ്റ് ചെയ്യുന്ന പോലെ ഈ ഖയാസ്മേറ്റ ഏറ്റവും ടെർമിനൽ പോർഷനിൽ വരുമ്പോഴേക്കും സെപ്പറേറ്റ് ചെയ്യും. അപ്പൊ ഇപ്പൊ രണ്ട് ക്രോമസോംസും ഹോമോലോഗസ് ക്രോമസോംസും ഫ്രീ ആയി രണ്ടിനും ഒരു പുതിയ കോമ്പിനേഷൻ അല്ലെങ്കിൽ പുതിയ സെഗ്മെന്റ് റിസീവ് ചെയ്തുകൊണ്ട് രണ്ടും ഒരു റീകോമ്പിനന്റ് ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ പുതിയ ജീനിന്റെ കോമ്പിനേഷൻ ആയിരിക്കും പൊസസ് ചെയ്യുക. ഡിസ്അസംബ്ലി ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എനേബിൾസ് ദ സെപ്പറേഷൻ ഓഫ് പെയർഡ് ക്രോമസോം. ഇങ്ങനെ ഈ
ക്രോസിംഗ് ഓവറിന്റെ 4 ഫേസ് കഴിയുമ്പോൾ 4 സ്റ്റേജ് കഴിയുമ്പോഴേക്കും ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് നമുക്ക് കിട്ടും.